കൊല്ലത്ത് ക്ഷേത്ര ഉത്സവത്തിനിടെ ആൾക്കൂട്ട മർദ്ദനത്തിന് ഇരയായ വിദ്യാർത്ഥി മരിച്ചു. 18-കാരനായ ഹരികൃഷ്ണന്റെ മരണം അല്പം മുൻപാണ് സ്ഥിരീകരിച്ചത്. മർദ്ദനത്തിൽ ഹരികൃഷ്ണന്റെ സഹോദരനും പരിക്കേറ്റിരുന്നു. അതിക്രൂരമായിട്ടുള്ള ആക്രമണത്തിലാണ് 18-കാരൻ വിധേയനായത്. ഒരു ഉത്സവത്തിനിടയിലുണ്ടായ വാക്കുതർക്കം. സഹോദരിക്കും സഹോദരനുമൊപ്പം ഉത്സവം കാണാൻ വേണ്ടി പോയപ്പോഴാണ് മദ്യപ സംഘം സംഘം അതിക്രൂരമായി ആ കുടുംബത്തെ ആക്രമിച്ചത്. കൊല്ലം വീണ്ടും മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഒന്നും പറയാലോ ഒന്ന് ആലോചിച്ച് നോക്കി. 18 വയസ്സായ ഒരു ചെറുപ്പക്കാരൻ നിങ്ങളെ 4-5 ആൾക്കാർ കൂടി അടിച്ച് കൊന്നില്ലെങ്ങന്മാരെ. പപ്പടത്തിന് വേണ്ടിട്ട് കപ്പലിന്റെ വേണ്ടി ലേസിന് വേണ്ടിട്ടല്ലേ പുതിയ അടി. ഒരു ജാഥ എന്തിനാ എന്റെ പേര് എന്ത് മറ്റേ ഇവര് റാലിയ ഘോഷയാത്ര എന്നിട്ട് പോവില്ല. അത് പോയി സംഭവം ഇവന് കാണാൻ പറ്റിയില്ല. ഇവൻ ചോദ്യം ചെയ്തു. മറ്റേ അവർക്ക് മറ്റേ പ്രണോപകലം കൊണ്ടു പ്രലോഭനം അത് കൊണ്ട് നോക്കികള് അതല്ലേ ഞങ്ങൾ ചിരിച്ചു പറയണ നോക്കണ്ടെങ്കിൽ അത്രയും ഒരു നമ്മൾ കേരളത്തിന്റെ അവസ്ഥ നോക്കി ഒരുത്തനെ അടിച്ചു കൊല്ലോനെ അവന്റെ ചേട്ടനും പെങ്ങളും. അത് എത്ര വയസ്സായ കൊച്ചും നിങ്ങൾ ആലോചിച്ചു. നാളെ തലമുറയാണ് അതൊക്കെ. 18 വയസ്സായിട്ടുള്ള ആ അമ്മന്റെ ഒരു അവസ്ഥ ആലോചിച്ച് നോക്കി. കൈ വളരുന്ന കാലം ഇത്രയും ആൾക്കാർ കൂടുന്ന 10, 150 ഇത്ര 1000 ആൾക്കാർ കൂടുന്ന ഈ കലോത്സവത്തിന് കോവിലിന്റെ പരിപാടിക്ക് ഈ മയില് യൂമാരൊക്കെ ഈ വായും കെട്ടി വായിൽ വിരൽ വിട്ടിരിക്കണം. അല്ലാതെ വേറെ ഒരു എത്ര ആളുകൾ അവിടെ ഉണ്ട്. ഒരുത്തനെങ്ങാനും പിടിച്ചു വെക്കാനെങ്കിൽ എവിടെ നോക്കി പെണ്ണുങ്ങളാണ് പിടിച്ചു മാറ്റിയത്. ആലോചിക്കും നിങ്ങൾക്ക് എന്തൊരു അവസ്ഥയാണ്. ആ ചെക്കനെ പിടിച്ചു മാറ്റണമെങ്കിൽ ഇന്ന് ആ ചെക്കൻ ജീവനോട് ഉണ്ടായിരുന്നില്ലല്ലോ. ആ അമ്മക്ക് പിടിച്ചു മാറ്റാൻ വിട്ടാ ഈ മയിലുകൾ. അവനെ പട്ടിയലിന് അടിച്ചു തലയ്ക്ക് മറ്റേ എന്താ പേര് പട്ടി കൊണ്ട് തലക്ക് അടിക്കണൊക്കെ അടി. ഇതൊക്കെ നമ്മൾ യുപിയിലും ബീഹാറിലും അവിടെ ഇപ്പോഴത്തൊക്കെ കണ്ടിരുന്നത്. ഇപ്പൊ ഇത് കൊല്ലത്ത് കണ്ട്. ഇത് ബംഗാളിലെങ്ങാനും കേവലോടാ മയിലുകളൊക്കെ. എന്തൊരു അവസ്ഥയാണ്. നമ്മൾ കേരളത്തിന്റെ ഗോഡ് സോൺ കൺട്രി എന്നറിയപ്പെടുന്ന കേരളത്തിന്റെ അവസ്ഥയാണിത്. ഒരു പട്ടിയെ പൃഥ്വിരാജ് പറഞ്ഞ പോലെ ഒരു പട്ടിയെ കൊന്നാ ചോദിക്കാൻ 1000 പേരുണ്ടാവും. പക്ഷെ ഒരു മനുഷ്യനെ കൊന്ന ഒരു പട്ടിയും ചോദിക്കാൻ എന്നുള്ള ചോദിക്കണം. ഇവനെയൊക്കെ സ്പോട്ടിൽ നീയൊക്കെ വെട്ടി കൊന്നുനോക്ക്, അല്ലെങ്കിൽ തൂക്കി കൊന്നുനോക്ക്. നാളെ ഒരുത്ത ഇതിന് ഇതാവൂല. നാളെ ഒരുത്തന്റെ മുഖത്ത് ഇടിക്കാൻ പോലും കൈ വാങ്ങാൻ വരെ അവന്റെ മറ്റേ പിടുക്ക പറയ്ക്കും. ആ പട്ടി കൊണ്ട് അടിച്ചത് എന്തോ സി വണ്ടി പിടിക്കുക, അതേപോലെ തന്നെ കൊട്ടേഷൻ, ഇതേപോലെ തന്നെ പാർട്ടിക്ക് വേണ്ടി അടി ഉണ്ടാക്കുക, അതേപോലെ പാർട്ടിക്കാരനാണ് പോലീസിന് പൈസ കൊടുക്കുക, വക്കീലിന് പൈസ കൊടുക്കുക. ദിലീപിന്റെ കേസ് കണ്ടില്ലേ? ഇവനൊക്കെ പൂർണ്ണ ബോധ്യം. ആരെ തരിച്ച് കൊന്നാലും എന്തെന്നെ 4 ദിവസം കൊണ്ട് പുറത്തിറങ്ങി വരാന്നുള്ളത്. അത് പറ്റൂല. ഈ ഇവന്മാർക്ക് എന്തിനാ ശമ്പളം കൊടുക്കണം? ജയിലിൽ കിടക്കാൻ പൈസ വേണമെന്ന് ചോദിച്ചു നോക്ക്. എന്നിട്ട് മറ്റേ ഇത് അടിച്ചുകൊട്, ദരിദ്രവാസി സർട്ടിഫിക്കറ്റ് അടിച്ചുകൊട്. കഴിവില്ലെങ്കിൽ മലയാളം ഇന്ത്യക്കകത്ത് ജീവിക്കല്ലോ. നിങ്ങൾക്ക് നമുക്കൊരു കാര്യം പറയാ, കൊല്ലത്തിലെ കേരളത്തിൽ നിന്ന് ഒഴിവാക്കിയിട്ട് ആ തമിഴ്നാട്ടിൽ നോക്കാൻ പറ്റും. തമാശല്ല. അവിടെ അടക്കം വിവറേജ് തുറക്കുന്നത് 12 മണിക്ക് ശേഷം. ഈ പിന്നെ പറയുന്നേക്കുണ്ട്, ആദ്യം കൊല്ലംകാരനെ കണ്ട മൂർഖനെ കണ്ട ആദ്യം കൊല്ലംകാരനെ അടിച്ചെല്ലാം. പിന്നെ കൊല്ലംകാരൻ ഒരു പഴഞ്ചൊല്ലുണ്ട്, കൊല്ലം വേണ്ട കണ്ടവൻ ഇല്ല വേണ്ടെന്ന് പറഞ്ഞ മാതിരി. ഏതായാലും നിങ്ങളൊന്ന് അവസ്ഥ ആലോചിച്ച് നോക്കണം. ഈ പാവപ്പെട്ട ചെക്കനൊക്കെ അടിച്ചു കൊന്നിട്ട് ആ വീട്ടുകാർക്ക് പോയില്ലേ? എന്തൊരാ പോയാ ഇവന്മാരൊക്കെ ഈ പഠിച്ചു വന്ന ഇവന്മാരൊക്കെ മക്കളെയൊക്കെ ആണെങ്കിലും ഇതേമാതിരി ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വീട്ടിൽ നിന്ന് പോയില്ലേ? ഒരുത്തം പോയ പെണ്ണുങ്ങൾ വന്നിട്ട് പിടിച്ചു വേണ്ട. ആ പെണ്ണിന്റെ കയ്യിൽ ആ കൊച്ചിരിക്കണം. എന്നിട്ട് അവനെ ചാവട്ടി കൂട്ടാനുള്ള ഒരു മനസ്സ് നിങ്ങളൊക്കെ ഈ അടിച്ചു കൊല്ലടാ മൈല. നിനക്ക് മറ്റേ നട്ടല്ലെന്ന് പറഞ്ഞിട്ട് മറ്റേ മേളില് മീശയും വെച്ചിട്ട് നീയൊക്കെ ആണെന്ന് പറഞ്ഞ ചെറിയൊരു പൊടിപ്പയ്യനെ വെച്ചിട്ടാണല്ലോ നിന്റെ ആണത്തം കാണിക്കുന്നത്. അതിന് 18 വയസ്സായോ ഇല്ലേ നമുക്ക് വീഡിയോ കാണിച്ച വീഡിയോ ആണ്. ഇനിയും എത്രയോ കാലം ഈ ജീവിച്ച് ഈ നമ്മളെ നാട് ഇന്നലെ നാളെ ഇരിക്കണവന്മാരാണ് എത്രയോ കൊല്ലം ജീവിക്കുന്നവനെ അടിച്ചു കൊന്നത്. മരണമൊന്നും പാവത്തിന് ആ കൊന്ന് കളഞ്ഞിട്ട് എന്ത് കിട്ടിയാണ് നിങ്ങൾക്ക് ഈ ശാപം എന്ത് ചെയ്യും? നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ അവനൊക്കെ ഒരു ചേട്ടൻ ഉണ്ടെങ്കിൽ 4 കൊന്നിട്ട് അന്നത്തായിട്ട് ജയിലിൽ കിടന്നു. ഇന്നലെ ഞാനാണെങ്കിൽ അടിച്ചു കൊല്ലല്ലോ ഉറപ്പല്ലേ. അവനെ വെട്ടി 4 തല കൊണ്ട് സ്റ്റേഷനിൽ വെച്ചേനാ. പിന്നെ അല്ല, ഇതൊക്കെ ഒരു പരിധിയില്ല. ഇതൊക്കെ അടിച്ചു കൊല്ലണത് ഒരു മനുഷ്യന്റെ ജീവനെ ഒരു വേല അടിച്ചു കൊന്നിട്ട് അവന്മാര് വിടുന്നു. ഇത് പട്ടി കൊണ്ടൊക്കെ അടിക്കണ അടി അടിയാ. ഇതൊക്കെ കേരളത്തിന്റെ നിയമം വളരെ മോശം എന്നുള്ളതിന് 100% ഉറപ്പല്ലേ. ഇതൊക്കെ പിണറായി അല്ലേ ഭരിക്കും. ഗാന്ധിജിയിലുള്ള നിയമം മാറ്റേണ്ടി വരും. അതെ, ആ നിയമമൊക്കെ പഴയ കാലത്തെ നിയമങ്ങളൊക്കെ മാറ്റി. സ്പോട്ടിൽ അവനെ കൊല്ലും എന്നൊരു നിയമം നീ വഴി ഒരുത്തനൂടെ മരിക്കൂല. പിന്നെ അല്ല വേറെ മോട്ടിച്ച കൈ വെട്ടും, ഒരുത്തനൂടെ മോട്ടിക്കൂല. ആ പീഡിപ്പിച്ച സൂന വെട്ടട്ടെ. സൂന മാത്രമല്ല തല അടക്കം വെട്ടട്ടെ. പിന്നല്ല ആ നിയമം. പക്ഷെ അത് തെറ്റായിട്ട് വ്യാഖ്യാനിച്ചിട്ട് പെണ്ണുങ്ങൾ പറയണം എന്നെ പീഡിപ്പിച്ചു, എന്നെ എന്നാ അവളൊക്കെ തല വെട്ടട്ടെ.
ഇങ്ങനെ ഒരു കേസേ ഉണ്ടാവില്ല. ഈ ഇത് നിയമം ഒരു മാസമായി കഴിഞ്ഞാൽ ഇവർക്ക് ഇത്രയും കേസ് തെളിക്കണം. എടാ ഈ നിയമം എടുത്ത് കളഞ്ഞിട്ടില്ല ഇന്നല്ലെങ്കിൽ എന്റെ അനിയനെ നിന്റെ അനിയനെ ചവിട്ടിക്കൊല്ലും. നീ കാണുന്നവരെ അനിയന്മാരായാലും അനിയത്തിമാരായാലും ചേച്ചിമാരായാലും അച്ഛനായാലും അമ്മയായാലും ഇതൊക്കെ നമ്മളാരെങ്കിലും ഇപ്പൊ ഈ കാണുന്ന ആളുകൾക്കൊന്നും ഇതൊക്കെ ഒരു കൗതുകമാണ് അവർക്ക്. അത് ഒറ്റപ്പെട്ട സംഭവമായിട്ട് തള്ളിക്കളയണ്ട. ഇത് അവർക്ക് മറ്റേ ഇൻസ്റ്റാഗ്രാമിൽ മറ്റേ വീഡിയോ സ്ക്രോളിങ്ങൊക്കെ അവർക്ക് ഒരു വീഡിയോ മാത്രമേ ഉള്ളൂ. ഇതുപോലെ നിങ്ങളൊക്കെ വീട്ടിൽ വരുമ്പോഴേ നിങ്ങളൊക്കെ മനസ്സിലാക്കുള്ളൂ കേട്ടോ. എന്നാലും മനസ്സിലാക്കൂല, ഇതിനൊന്നും നട്ടല്ലില്ലല്ലോ. അപ്പൊ പറയാനുള്ളതെന്ന് വെച്ചാല് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വരുമ്പോ നിങ്ങൾക്ക് മനസ്സിലാവും. അന്ന് നിങ്ങളൊക്കെ പറയും. അപ്പൊ അന്ന് മനസ്സിലാവും നിങ്ങൾക്ക്. അവനവന്റെ വീട്ടിൽ വരുമ്പോഴേ ഇതൊക്കെ മനസ്സിലാവുള്ളൂ. അല്ലെ അവനവന്റെ വീട്ടില് പട്ടിണി വന്നിട്ട് പോലും മിണ്ടാത്ത ആൾക്കാർ ഇവിടെ ഉണ്ട്. അപ്പൊ വീടിന്റെ തറവാടിന്റെ ഒക്കെ ഗൗരവം ഇവിടത്തെ നിയമ സംവിധാനം മാറ്റി എഴുതപ്പെടേണ്ട സമയം അത് നിയമക്കാരല്ല മാറ്റേണ്ട, ഇതുപോലെ ജനങ്ങളാണ് മാറ്റേണ്ട. നമ്മൾ പറഞ്ഞു, നാളെ നിങ്ങൾ പറയണം, മറ്റൊന്ന് 1000 ആൾക്കാർ ഇന്നും കൊണ്ട് പറയും. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഇങ്ങനെ തീരൂല. നമുക്കെന്താ മനുഷ്യർക്ക് ഒരു കരുണ, സഹജീവികളുള്ള അനുബന്ധ ഇതൊന്നൊക്കെ എടുത്തു പോയിക്കുന്നു. അവന്റെ കാര്യം. അല്ലെങ്കിൽ ആ ചെക്കനെ തല്ലി കൊല്ലുമ്പോൾ നോക്കി നിൽക്കാൻ പോയിട്ട് അതൊന്ന് പിടിച്ചൂടെ? ഇന്ന് ആ ജീവനോടെ ചെക്കൻ ഉണ്ടാവും. പിടിച്ചു വെച്ചാൽ മറ്റവന്റെ ജീവൻ പോകുന്ന പേടിയാണ് ഇവിടെ മൊത്തത്തിൽ. ഇതൊരു കഷ്ടമാണ്. ഇത് നിയമമാണ് ആദ്യം മാറാൻ. ഇവൻ ഞങ്ങൾ രണ്ടാളുകൾ ഒരു നിയമം മാറി പുതിയ നിയമം എന്താണ് വന്നത്? ഞങ്ങൾ രണ്ടാളും ഇതേപോലെ ഇതിന്റെ വീഡിയോ ഒരു സ്കൂളിൽ പഠിപ്പിരി ഈ ജനിക്കാൻ പോണ കൊച്ചിന്റെ ഈ മറ്റേ ഈ ജാതി വേറെ പാർട്ടി വേറെ എന്ന് പഠിപ്പിക്കണേക്കാളും നിയമം പഠിപ്പിരി. നീയൊക്കെ മനുഷ്യന് വില കൽപ്പിക്കാനുള്ള പഠനങ്ങൾ വിവരം വയ്ക്കട്ടെ കൊച്ചുങ്ങൾക്ക്. മനസ്സിലായോ? CBSE സ്റ്റേറ്റ് അങ്ങനെ വയ്ക്കണേക്കാളും. അപ്പൊ ഇതൊന്നും ഞങ്ങൾ രണ്ടാളും ഇവിടെ വന്ന് പറഞ്ഞുകൊണ്ട് വലിയ മാറ്റങ്ങളൊന്നും പ്രതീക്ഷിക്കുന്നൊന്നും ഉണ്ടാവില്ല. എന്നാലും പറയാതെ നമ്മളിത് ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കും. മാറ്റം വരട്ടെ എന്നുള്ളതാണ് നമ്മളെ വ്യാഖ്യാനം. തീർച്ചയായിട്ടും. അപ്പൊ ഓക്കെ.